പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജേണൽ എൻട്രിയെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് എന്താണ് അക്കൗണ്ടിങ്, അതേപോലെ തന്നെ അക്കൗണ്ടിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള 5 ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ്, അതേപോലെ ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണ്, ഇതിനെക്കുറിച്ച് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജേണൽ എൻട്രിയെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റമാണ് യൂസ് ചെയ്യുക. അപ്പോൾ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളും പ്രോപ്പറായി റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് വിളിക്കുക. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനിലും 2 ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും. ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും അതേപോലെ തന്നെ ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റമാണ് യൂസ് ചെയ്യുക. ഈ 2 സൈഡ് ഉള്ളത് കൊണ്ട് തന്നെ ഡബിൾ എൻട്രി സിസ്റ്റമാണ് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ഫസ്റ്റിൽ വരുന്നതാണ് ജേണൽ, സെക്കൻഡ് വരുന്നതാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ജേണലിലേക്ക് റെക്കോർഡ് ചെയ്യുക, ജേണൽ എൻട്രിയുടെ ഫോർമാറ്റ് എന്താണ്, ഇതെല്ലാം നമ്മൾക്ക് വിശദമായിട്ട് നമ്മൾക്ക് നോക്കാം. അപ്പൊ അതിനു മുമ്പ് നമ്മൾക്ക് എന്താണ് ജേണൽ എന്നുള്ളത് നോക്കാം. ജേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് റെക്കോർഡിംഗ് ഓൾ ഡെയിലി ട്രാൻസാക്ഷൻ ഓഫ് എ ബിസിനസ് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ ഒക്കർ. അതായത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ദിവസവുമുള്ള ട്രാൻസാക്ഷൻസ് ഒരു ഓർഡറിൽ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ജേണൽ എന്ന് വിളിക്കുക. ഇനി ജേണൽ എൻട്രി എന്ന് പറഞ്ഞാലോ, ജേണൽ എൻട്രീസ് ആർ യൂസ്ഡ് ടു റെക്കോർഡ് ദ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ഓഫ് എ ബിസിനസ്. അപ്പോൾ ആ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു എൻട്രി ആയിട്ടാണ് നമ്മൾ എഴുതുക. അപ്പോൾ അതിനെ പറയുന്നതാണ് ജേണൽ എൻട്രി എന്നാണ് അതിനെ പറയുക. ഇനി എന്താണ് ജേണലൈസിംഗ് എന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് എ ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ ദ അക്കൗണ്ടിംഗ് ബുക്ക്. എഴുതുന്ന അതായത് ജേണൽ എൻട്രി എഴുതുന്ന ആ പ്രോസസ്സിനെ പറയുന്നതാണ് എന്ത്, ജേണലൈസിംഗ് എന്നാണ് പറയുക. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ജേണൽ എൻട്രി ചെയ്യുക എന്നുള്ളത് നമ്മൾക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ജേണൽ എൻട്രിയുടെ ഫോർമാറ്റ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ജേണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ട് അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ആണ് ഇത്. അതായത് ഫസ്റ്റ് കോളത്തിലെ ഡേറ്റ് ആണ്, സെക്കൻഡ് കോളം പർട്ടിക്കുലേഴ്സ്, തേർഡ് കോളം എന്ന് പറഞ്ഞാൽ LF, ഫോർത്ത് കോളം എന്ന് പറഞ്ഞാൽ ഡെബിറ്റ്, അതേപോലെ തന്നെ ഫിഫ്ത്ത് കോളം പറഞ്ഞാൽ ക്രെഡിറ്റ്. അപ്പോൾ ഇതിൽ ഡേറ്റ് നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ, അപ്പോൾ ജേണൽ എൻട്രി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി റെക്കോർഡ് ചെയ്യണതാണ്. അതുകൊണ്ട് അവിടെ ഡെയിലി ഉള്ള ഡേറ്റുകൾ അവിടെ രേഖപ്പെടുത്തണം. പർട്ടിക്കുലേഴ്സിൽ ആദ്യം നമ്മൾ ഡെബിറ്റ് ആസ്പെക്റ്റ് ആണ് കാണിക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് 2 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് ആസ്പെക്റ്റ് കാണിക്കുക. LF എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ഫോളിയോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മുടെ 2 ബുക്കുകളാണ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒന്ന് ജേണലും സെക്കൻഡ് ലെഡ്ജറുമാണ്. അപ്പോൾ ഈ ജേണലിൽ നിന്നാണ് നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് പേജ് നമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ LF എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡെബിറ്റ് എമൗണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഡെബിറ്റ് ആസ്പെക്റ്റ് കാണിച്ചു, അതിൻ്റെ നേരെ ഡെബിറ്റ് എമൗണ്ട് കാണിച്ചു, എന്നിട്ട് 2 എന്നുള്ളിടത്ത് ക്രെഡിറ്റ്. അപ്പോൾ അതിന് ക്രെഡിറ്റിൻ്റെ നേരെയാണ് ആ എമൗണ്ട് കാണിക്കേണ്ടത്. ഇതാണ് ജേണൽ എൻട്രിയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നമുക്കിനി കുറച്ച് ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് ജേണൽ എൻട്രി ആയിട്ട് എഴുതുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. മിസ്റ്റർ അരുൺ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹10 lakh. അപ്പോൾ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യം എന്താണ്, 2 ആസ്പെക്റ്റുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആസ്പെക്റ്റ് പറയുന്നത് എന്താണ്, മിസ്റ്റർ അരുൺ. അതായത് നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആൾ ബിസിനസ്സിൻ്റെ എപ്പോഴും ഓണർ ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓണറിൻ്റെ അക്കൗണ്ടിനെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് കണക്കാക്കുക. അപ്പോൾ ഒന്നാമത്തെ ആസ്പെക്റ്റ് എന്താണ്, മിസ്റ്റർ അരുൺ. അപ്പോൾ അരുൺ എന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ടാണ്. രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്താണ്, ക്യാഷ് ആണ്. അപ്പോൾ ഈ 2 ആസ്പെക്റ്റുകൾ നമ്മൾ തിരിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിനെ ജേണൽ എൻട്രി ആക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൂളുകളെ കുറിച്ചിട്ട് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താണ് റൂൾ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് റൂള് പറഞ്ഞിട്ടുണ്ട്, അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ക്യാഷ് എന്നുള്ള അസറ്റ് എന്താണ്, ഇൻക്രീസ് ചെയ്തു ബിസിനസ്സിലെ. അപ്പോൾ ക്യാഷിനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത ആസ്പെക്ട് നോക്കാം, ക്യാപിറ്റൽ. അപ്പോൾ മിസ്റ്റർ അരുൺ ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റലിന് എന്താണ് സംഭവിച്ചത്, ക്യാപിറ്റൽ എന്താണ്, ഒരു ബാധ്യതയാണ്. ആ ബാധ്യത എന്താണ് ഉണ്ടായത്, ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ബാധ്യത ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്.
അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ജേണൽ എൻട്രി ആയിട്ട് എഴുതുക എന്നുള്ളത് നോക്കാം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റിൽ എമൗണ്ട് കാണിച്ചു, എന്നിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് ടു ക്യാപിറ്റൽ, എന്നിട്ട് ക്രെഡിറ്റിൽ എമൗണ്ട് കാണിച്ചു. അത് കഴിഞ്ഞാൽ ഓരോ എൻട്രിക്കും ഓരോ നരേഷൻ ഉണ്ടായിരിക്കും. നരേഷൻ എന്ന് പറഞ്ഞാൽ ആ എൻട്രിയുടെ ചുരുക്കം. ആ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകണം ആ എൻട്രി കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. അപ്പോൾ ബീയിങ് വെച്ചിട്ടാണ് നരേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ബീയിങ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നരേഷൻ കാണിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ്ഡ് ഗുഡ് ഫോർ ക്യാഷ് ₹5,000. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് ആസ്പെക്റ്റുകൾ എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ പർച്ചേസ്ഡ് ഗുഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിൽക്കാൻ വേണ്ടി എന്താണോ വാങ്ങിക്കുന്നത് അതിനെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുക. അപ്പോൾ ഒരിക്കലും നമ്മൾ ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കാറില്ല. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ പർച്ചേസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാറുള്ളത്. അടുത്ത ആസ്പെക്ട് എന്താണ്? ക്യാഷ്. കാരണം നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. ഇവിടെ പ്രത്യേകമായിട്ട് ക്യാഷ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ആസ്പെക്റ്റ് പറയുന്നത് എന്താണ്? പർച്ചേസ്. പർച്ചേസ് എന്താണ്? ബിസിനസ്സിൻ്റെ എന്താണ്? ചെലവാണ്. ആ ചെലവ് എന്താണ്? വർദ്ധിച്ചു, ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റൂളിൽ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അടുത്തത് എന്താണ്? ക്യാഷ് ആണ്. ക്യാഷ് ഏത് കാറ്റഗറിയിലാണ് പെടുക? അസറ്റ് ആണ്. ആ അസറ്റ് എന്താണ് ഉണ്ടായത്? നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ്? ബിസിനസ്സിന് എന്താണ്? ക്യാഷ് പോയി, ഡിക്രീസ് ചെയ്തു. അസറ്റ് ഡിക്രീസ് ചെയ്താൽ എന്താ ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെയാണ് ജേണൽ എൻട്രി കാണിക്കുക? ഡേറ്റ് എഴുതി ഇവിടെ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റിൽ എമൗണ്ട് കാണിച്ചു, ടു ക്യാഷ് ക്രെഡിറ്റിൽ എമൗണ്ട് കാണിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് പർച്ചേസ്ഡ് ഗുഡ് ഫ്രം ABC ഫോർ ₹10,000. മുമ്പ് നമ്മൾ ക്യാഷിനായിരുന്നു, ഇപ്പം എന്താണ്? ഒരു പാർട്ടിയുടെ അടുത്താണ് വാങ്ങിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ രണ്ടാമത്തെ ആസ്പെക്റ്റ് പറയുന്നത് എന്താണ് കാണിക്കേണ്ടത്? പാർട്ടിയാണ് കാണിക്കേണ്ടത്, ABC ആണ് കാണിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ആസ്പെക്റ്റ് എന്താണ്? പർച്ചേസ് ആണ്. രണ്ടാമത്തത് എന്താണ്? ABC ആണ്. അപ്പോൾ പർച്ചേസ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്താണ്? ഇൻക്രീസ് ചെയ്തു. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ റൂളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ABC എന്താണ്? ബിസിനസ്സിൻ്റെ എന്താണ്? ഒരു ബാധ്യതയാണ്, കൊടുക്കാനുള്ളതാണ്. കൊടുക്കാനുള്ള ബാധ്യത വർദ്ധിച്ചു, ഇൻക്രീസ് ചെയ്തു. ബാധ്യത വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ എങ്ങനെയായിരിക്കും ജേണൽ എൻട്രി ആയിട്ട് എഴുതുക? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റിൽ എമൗണ്ട് കാണിച്ചു, ടു ABC ക്രെഡിറ്റിൽ എമൗണ്ട് കാണിച്ചു. നരേഷനും ഇവിടെ കാണിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ക്യാഷ് പെയ്ഡ് ടു ABC ഫോർ ₹5,000. ABCയുടെ അടുത്ത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം നമ്മൾ ABCക്ക് പൈസ കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിൽ രണ്ട് ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ്? ഒന്നെന്താണ്? ABC ആണ്. രണ്ടാമത്തെ ആസ്പെക്ട് എന്താണ്? ക്യാഷ് ആണ്. അപ്പോൾ ABC എന്തായിരുന്നു? ലയബിലിറ്റി ആയിരുന്നു അല്ലേ? പർച്ചേസ് ചെയ്ത സമയത്ത് അത് ലയബിലിറ്റി ആയിരുന്നു. ഇപ്പം നമ്മൾ പൈസ കൊടുക്കുന്ന സമയത്ത് എന്താണ് ചെയ്യണത്? ആ കൊടുക്കാനുള്ള ബാധ്യത എന്താണ്? കുറയുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് എന്താണ്? ലയബിലിറ്റി ഇവിടെ എന്താണ്? ഡിക്രീസ് ചെയ്തു. അപ്പോൾ ലയബിലിറ്റി ഡിക്രീസ് ചെയ്താൽ റൂളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ക്യാഷ് എന്താണ്? അസറ്റാണ്. അസറ്റും എന്താണ് ഉണ്ടായത്? നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ്? ഡിക്രീസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെയായിരിക്കും എൻട്രി വരിക? ABC അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റിൽ എമൗണ്ട് കാണിച്ചു, ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റിലും എമൗണ്ട് കാണിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. സാലറി പെയ്ഡ് ₹8,000. അപ്പോൾ സാലറി എന്താണ്? കൊടുത്തു. സാലറി എന്താണ്? ഒരു ചെലവാണ്. നമ്മുടെ രണ്ടാമത്തെ ആസ്പെക്ട് എന്താണ്? ക്യാഷ് ആണ് കൊടുത്തത്. അപ്പോൾ രണ്ടാമത്തെ ആസ്പെക്ട് എന്താണ്? ക്യാഷ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇഫക്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. സാലറി എന്താണ്? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്താണ്? ബിസിനസ്സിൽ എന്താണ്? വർദ്ധിച്ചു, ഇൻക്രീസ് ചെയ്തു. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് എന്താണ്? അസറ്റാണ്. ആ അസറ്റ് എന്താണ് ഉണ്ടായത്? കൊടുക്കുമ്പോൾ എന്താണ്? കുറഞ്ഞു. ബിസിനസ്സിന്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അത് കുറഞ്ഞു, ഡിക്രീസ് ചെയ്തു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയായിരിക്കും എൻട്രി വരിക? സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ക്രെഡിറ്റിൽ എമൗണ്ട് കാണിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. സോൾഡ് ഗുഡ് ഫോർ ക്യാഷ് ₹9,000. സാധനങ്ങൾ വിറ്റു. അപ്പം നമ്മൾ പർച്ചേസ് ഗുഡ്സ് പറഞ്ഞ പോലെ തന്നെ സോൾഡ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുഡ്സ് അല്ല കാണിക്കുക, സെയിൽസ് അക്കൗണ്ടാണ് കാണിക്കുക. അപ്പം നമുക്കിവിടെ ഒന്നാമത്തെ ആസ്പെക്ട് സെയിൽസ് ആണ്. രണ്ടാമത്തേത് എന്താണ്? ക്യാഷ് ആണ്. അപ്പം നമുക്ക് ക്യാഷ് അസറ്റാണ്. വിൽക്കണ സമയത്ത് എന്താണ്? ക്യാഷ് എന്താണ്? ബിസിനസ്സിലേക്ക് എന്താണ്? വരികയാണ് ചെയ്യണത്. അപ്പോൾ അസറ്റ് എന്താണ് ഉണ്ടായത്? ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെയിൽസ് എന്താണ്? ബിസിനസ്സിൻ്റെ എന്താണ്? ഇൻകമാണ്, വരുമാനമാണ്. അതും എന്താണ്? ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ എങ്ങനെയായിരിക്കും എൻട്രി എഴുതാം? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റിൽ എമൗണ്ട് കാണിച്ചു, ടു സെയിൽസ് ക്രെഡിറ്റിൽ എമൗണ്ട് കാണിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം.
ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ദ SIB ബാങ്ക് ₹12,000. അപ്പൊ ഇവിടുത്തെ രണ്ട് ആസ്പെക്ട് എന്താണ്? ഒന്ന് ക്യാഷ് ആണ്, രണ്ടാമത്തത് എന്താണ്? ബാങ്ക് ആണ്. അപ്പൊ ക്യാഷ് എന്താണ്? അസറ്റ് ആണ്. ഇപ്പൊ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ബിസിനസ്സിലെ ക്യാഷ് എന്താണ്? കുറഞ്ഞു, ഡിക്രീസ് ചെയ്തു. അസറ്റ് ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. SIB ബാങ്കും എന്താണ്? ഒരു അസറ്റ് ആണ്. SIB ബാങ്ക് എന്താണ് ഉണ്ടായത്? നമ്മൾ ബിസിനസ്സിലെ ക്യാഷ് എടുത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് എന്താണ്? ഇൻക്രീസ് ചെയ്തു അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ എൻട്രി എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. SIB ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റിൽ എമൗണ്ട് കാണിച്ചു, ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റിലും എമൗണ്ട് കാണിച്ചു. അപ്പൊ ഇങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ.